എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പഴയൊരു കോംബോ തന്നെയാണ്. അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പഴയതായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കോംബോയാണ്. ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇന്നത്തെ കോംബോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഫിറ്റോണിയ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ലീഫിങ് പ്ലാന്റ് ആണ്. അതായത് നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് കുഞ്ഞ് ലീവ്സാണ് വന്നിട്ടുള്ളത്. ഫിറ്റോണിയെ പറ്റി അറിയുന്നവർക്ക് അതിൻ്റെ ഭംഗി അറിയായിരിക്കും, കാരണം അതൊരു നെർവ് പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്രയ്ക്കും ആ ഒരു എന്താ പറയുക ലീവ്സിലുള്ള ഡിസൈനും വെറൈറ്റിയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ കോംബോയിൽ വന്നിട്ടുള്ളത് 10 കളേഴ്സാണ്. 10 ഫിറ്റോണിയയുടെ വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ പ്ലാന്റ്സ് കാണിച്ചു തരാം, അതിൻ്റെ പ്രൈസ് പറയാം. അപ്പോൾ ഇതാണ് ഫിറ്റോണിയ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് കേട്ടോ. നമുക്ക് കുഞ്ഞു പോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോർ ആയിട്ട് ഒക്കെ വളർത്തിയാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ എൻ്റെ സൈസും കളറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത്തെ നമ്മുടെ ഈ ഒരു പിങ്കും ഗ്രീനും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ രണ്ടാമത്തത് പിങ്കും ഗ്രീനും തന്നെയാണ്, പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ വെറൈറ്റി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പം ഇതിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഇത് വളർത്തി കഴിയുമ്പോൾ കുറച്ചുകൂടി ലീവ്സ് ഒന്ന് വലുതായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ്. അത് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് വരകളും അതുപോലെ ഗ്രീനും വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഫിറ്റോണിയയുടെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈറ്റ് കുറച്ച് കൂടുതലുണ്ട്. കണ്ടില്ലേ, വൈറ്റിനാണ് കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു ഇലയിൽ സ്ഥാനമുള്ളത്. ഇനി അടുത്ത് നമ്മുടെ ഗ്രീൻ തന്നെ വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഒരു ഗ്രീൻ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ കൂടുതലായിട്ട് ഗ്രീനാണ് വന്നിട്ടുള്ളത്. അതുപോലെ ആ ഒരു വൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതിൽ കൂടുതലായിട്ട് ഗ്രീനാണ് വന്നിട്ടുള്ളത്. പിങ്ക് ലൈൻസ് വന്നിട്ടുണ്ട്. അത് വ്യത്യാസം എന്ന് വെച്ചാൽ പിങ്കിൽ ഗ്രീൻ ലൈൻസ് വരുന്നുണ്ട്, ഗ്രീനിൽ പിങ്ക് ലൈൻസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഗ്രീനിൽ പിങ്ക് ലൈൻസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, കൂടുതലൊരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറാണ് കൂടുതലായിട്ട് ഈ ഒരു ലീഫിൽ വന്നിട്ടുള്ളത്. ഗ്രീനും കൂടെ വരുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഒരു പിങ്കിൻ്റെ ഒരു പിങ്കാണ് ഈ ഒരു ലീഫിൽ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത പ്ലാന്റ് ഒരു ലൈറ്റ് പിങ്ക്, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ലീഫാണ്, പക്ഷേ ഇതിൻ്റെ ലീവ്സിന് കുറച്ച് നീട്ടമുണ്ട്. ലീവ്സിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഫിറ്റോണിയയിൽ ചിലത് നല്ല ഉണ്ടയായിട്ടുള്ള, അതായത് വട്ടത്തിലുള്ള ലീവ്സ് ആയിരിക്കും, ചിലതിൽ വന്നിട്ടുള്ള നീണ്ട ലീവ്സ് ആയിരിക്കും. അങ്ങനെയും കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നീണ്ട ലീഫാണ് വന്നിട്ടുള്ളത്, മറ്റേനേക്കാളും കുറച്ചുകൂടി നീളം കൂടിയ ലീവ്സാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമ്മുടെ നല്ലൊരു റെഡും ഗ്രീനും കൂടി ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. അങ്ങനെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 കളേഴ്സും കൂടെ ഒന്നിച്ച് നമുക്ക് ചട്ടിയിലൊക്കെ ഒരുമിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 കളേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫിറ്റോണിയയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ. നിങ്ങൾ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതില്ല. 400 രൂപയ്ക്ക് ഈ 10 പ്ലാന്റ്സ് നിങ്ങൾക്ക് നമ്മൾ കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.